ഇന്ന് തലശ്ശേരിയിൽ നിന്ന് മാഹിയിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഇത് തലശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡാണ്. ഇവിടുന്ന് മാഹിയിലേക്കുള്ള ബസ്സൊക്കെ കയറി തലശ്ശേരി നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ബസ് ഇപ്പോൾ സെയ്താർപള്ളിയിലെത്തി. ഈ സെയ്താർപള്ളിയിലെത്തുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തട്ടത്തിൻമറയത്ത് എന്ന സിനിമയിലെ ഡയലോഗാണ്. സെയ്താർപള്ളിയിലെ പെണ്ണിനെ അങ്ങനെ പുറത്തുനിന്നൊരുത്തൻ വളയ്ക്കണ്ട എന്ന ഡയലോഗ്. തലശ്ശേരിയിൽ നിന്ന് മാഹിയിലേക്ക് ഏകദേശം 8 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ കാണുന്നതാണ് മയ്യഴിപ്പുഴ. അങ്ങനെ മയ്യഴിപ്പാലം കയറി കേരളത്തിൽ നിന്നും നേരെ മാഹിയിലേക്ക് പോവുകയാണ്. അങ്ങനെ മാഹിയിൽ വന്നിറങ്ങി ആ കാണുന്നതാണ് മാഹിപ്പള്ളി. കേരളത്തിനകത്തുള്ള എന്നാൽ പുതുച്ചേരിയുടെ ഭാഗമായ സ്ഥലം അതാണ് മാഹി. 3 വശവും കണ്ണൂർ ജില്ലയാലും ഒരു വശം കോഴിക്കോട് ജില്ലയാലും ചുറ്റപ്പെട്ടതാണ് മാഹി പ്രദേശം. നിങ്ങൾ മാഹി എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഈയുടെ മുകളിൽ ഒരു ചരിഞ്ഞ വര ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫ്രഞ്ചിൽ അത് അങ്ങനെയാണ് എഴുതുക. ഫ്രഞ്ചിൽ മൈ എന്നാണ് പറയുക. മലയാളികൾ അതിനെ മാഹി എന്നാക്കി. പണ്ട് ശ്രീനിവാസൻ മാധവനെ എമ്മേധവാനാക്കിയതുപോലെ കേരളത്തിൻ്റെ അകത്തുള്ള ഈ മാഹി എങ്ങനെയാണ് കേരളത്തിന് പുറത്ത് 630 കിലോമീറ്റർ അപ്പുറമുള്ള പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരിയുടെ ഭാഗമായത് എന്നറിയാമോ? അതറിയണമെങ്കിൽ കുറച്ച് ചരിത്രം തിരയണം. പോണ്ടിച്ചേരി എന്ന കേന്ദ്ര ഭരണപ്രദേശത്തിൻ്റെ ഭാഗമാണ് മയ്യഴി അല്ലെങ്കിൽ മാഹി. ഇന്ത്യയിൽ പല കൊളോണിയൽ ശക്തികളും യൂറോപ്പിൽ നിന്നും വന്ന് ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ആദ്യം പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ഡെൻമാർക്കുകാർ വന്നു, പുറകെ ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ എല്ലാവരും ഇവിടെ എത്തി. എല്ലാവരും വന്നെങ്കിലും ഇന്ത്യ അടക്കി ഭരിച്ചത് ബ്രിട്ടീഷുകാരാണ്. മലബാർ ഏരിയയിൽ ഫ്രഞ്ചുകാരുടെ ഭരണകേന്ദ്രമായിരുന്നു മാഹി. തലശ്ശേരി ബ്രിട്ടീഷുകാരുടെയും. 1721 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാഹിയിലെത്തിയത്. കുരുമുളകും ഏലവും തേടി കേരളത്തിലെത്തിയ ഫ്രഞ്ചുകാർക്ക് തലശ്ശേരിയിൽ ബ്രിട്ടീഷുകാരോട് പൊരുതി നിൽക്കാനായില്ലെങ്കിലും മയ്യഴിയുടെ തീരം അവർക്ക് കരുത്തേകി. 1721 വടകര വാഴുന്നവരുടെ അനുമതിയോടുകൂടെ അവർ ഇവിടെ വലിയൊരു പാണ്ഡികശാല പണിതു. പിന്നീട് ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ഈ കോട്ട തകർക്കുകയൊക്കെ ഉണ്ടായി. മയ്യഴിയിൽ അക്കാലത്തുണ്ടായിരുന്നത് 2 വിഭാഗം ജനങ്ങളായിരുന്നു, തീയന്മാരും നായന്മാരും. തീയരെ അവർണരായിട്ടാണ് കേരളത്തിൽ അന്ന് എല്ലായിടത്തും കണ്ടിരുന്നത്. എന്നാൽ ഫ്രഞ്ചുകാർ തീയരെ അവരോട് ചേർത്ത് നിർത്തുകയും സമത്വം നൽകുകയൊക്കെ ചെയ്തു. അങ്ങനെ മയ്യഴിയിലുള്ള ജനതകളെ ഫ്രഞ്ചുകാർ തങ്ങളുടെ സൈന്യത്തിലേക്കും ഫാക്ടറികളിലേക്കും ഓഫീസുകളിലേക്കുമൊക്കെ ജോലിക്കായി പ്രവേശിപ്പിച്ചു. ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശത്തെ ജനങ്ങളെ അടിമകളെപ്പോലെ കണ്ടപ്പോൾ ഫ്രഞ്ചുകാരാകട്ടെ അവരുടെ അധീനതയിലുള്ള ജനങ്ങളെ ഫ്രഞ്ച് പൗരന്മാരായി പരിഗണിച്ചു. അങ്ങനെ മയ്യഴി മലയാളം സംസാരിക്കുന്ന ഫ്രഞ്ചുകാരുടെ സ്ഥലമായി മാറി. യൂറോപ്പിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ തലശ്ശേരിയിലുള്ള ബ്രിട്ടീഷുകാരും മയ്യഴിയിലുള്ള ഫ്രഞ്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടും. പലതവണ ഇങ്ങനെ ബ്രിട്ടീഷുകാർ മയ്യഴി പിടിച്ചടക്കിയെങ്കിലും 1854 മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും, അതായത് 1958 വരെ മയ്യഴിയിൽ ഫ്രഞ്ച് ഭരണം തുടർന്നു. ഇന്ത്യ മൊത്തം ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 15-നാണല്ലോ. എന്നാൽ പോണ്ടിച്ചേരിയിൽ അത് ഓഗസ്റ്റ് 16-നാണ് ആഘോഷിക്കപ്പെടുന്നത്. കാരണം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഫ്രഞ്ചുകാർ പോണ്ടിച്ചേരി വിട്ടു പോയിട്ടില്ലായിരുന്നു. 1948 ഒക്ടോബർ 21 മയ്യഴിയിലെ മെറിയാപ്പീസും പോലീസ് സ്റ്റേഷനും മൂപ്പൻ സാഹിബിൻ്റെ ബംഗ്ലാവും ഇന്ത്യൻ അനുകൂലികൾ പിടിച്ചടക്കി. ഫ്രഞ്ച് പതാക താഴ്ത്തി ഇന്ത്യൻ പതാകയൊക്കെ ഉയർത്തിയെങ്കിലും 4 ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബർ 26 ഫ്രഞ്ച് കപ്പൽ മയ്യഴിയിൽ നങ്കൂരമിടുകയും 28 മയ്യഴിയുടെ ഭരണം ഫ്രഞ്ചുകാർ തിരിച്ചു പിടിക്കുകയും ചെയ്തു. അങ്ങനെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ 1954 ജൂലൈ 16 മയ്യഴിയെ ഇന്ത്യൻ അനുകൂലികൾ ഫ്രഞ്ച് ഭരണത്തിൽ നിന്നും സ്വതന്ത്രമാക്കി.
1954 നവംബർ 1 ഇന്ത്യയിലെ ഫ്രഞ്ച് ഭരണ പ്രദേശങ്ങളെല്ലാം ഇന്ത്യയിൽ ലയിച്ചെങ്കിലും 1962 ഓഗസ്റ്റ് 16 ഔദ്യോഗികമായി ഈ പ്രദേശങ്ങളെല്ലാം ഇന്ത്യക്ക് കൈമാറിയത്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 15 വർഷം കൂടി കഴിഞ്ഞിട്ട്. ഫ്രഞ്ച് അധീനതയിലുള്ള 4 പ്രദേശങ്ങളായ പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ എന്നീ 4 ഫ്രഞ്ച് കോളനികളും ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത് പോണ്ടിച്ചേരി എന്ന കേന്ദ്ര ഭരണ പ്രദേശത്തിന് അന്നത്തെ കേന്ദ്ര സർക്കാർ രൂപം നൽകി. അങ്ങനെയാണ് പുതുച്ചേരി എന്ന പോണ്ടിച്ചേരിയുടെ ഒരു ജില്ലയായി 630 കിലോമീറ്റർ ഇപ്പുറത്ത് കേരളത്തിലുള്ള മാഹി മാറിയത്. ഇതിൽ യാനം എന്ന പ്രദേശം ആന്ധ്രയിലാണുള്ളത്. പോണ്ടിച്ചേരിയും കാരക്കലും തമിഴ്നാട്ടിലും മാഹി കേരളത്തിലും. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിലെ മാഹി പോണ്ടിച്ചേരിയുടെ ജില്ലയായി മാറിയത്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ, പണ്ട് ഫ്രഞ്ചുകാർ ഭരിച്ചിരുന്ന പലയിടത്തായി കിടന്നിരുന്ന 4 പ്രദേശങ്ങളെ കേന്ദ്ര സർക്കാർ ഒരു യൂണിയൻ ടെറിട്ടറി ആക്കിയിട്ട് അതിൻ്റെ ആസ്ഥാനം പോണ്ടിച്ചേരിയാക്കി. ഈ പോണ്ടിച്ചേരിയുടെ പേര് പുതുച്ചേരി എന്നാക്കി മാറ്റിയത് 2006 ഒക്ടോബർ 1 നമ്മുടെ മലയാള സാഹിത്യകാരനായ എം മുകുന്ദൻ്റെ ജന്മദേശമാണ് മാഹി. മയ്യഴിയുടെയും ഫ്രഞ്ച് കൊളോണിയൽ ജീവിതത്തിൻ്റെയും ഒക്കെ കഥ പറയുന്ന മയ്യഴിപ്പുഴയുടെ തീരത്ത് എന്ന നോവൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ രചനകളിലൊന്നാണ്. ഇനി നമുക്ക് മാഹിപ്പള്ളി ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് സെന്റ് തെരേസസ് തീർത്ഥാടന കേന്ദ്രം. 1736 സ്ഥാപിക്കപ്പെട്ട ദേവാലയമാണിത്. പിന്നീട് പല ഘട്ടങ്ങളിലായി പുനർനിർമ്മിക്കുകയും മൂടി പിടിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ രീതിയിൽ ഈ പള്ളിയായത്. ഇവിടുത്തെ ഫ്രഞ്ച് അധിനിവേശത്തിൻ്റെ വ്യക്തമായ തെളിവുകളിലൊന്നാണ് മാഹി സെന്റ് തെരേസസ് ദേവാലയം. ഏകദേശം 76 അടിയോളം ഉയരമുള്ള മണിഗോപുരമാണ് ഇത്. ഫ്രഞ്ച് നാവികർ സമ്മാനിച്ചതാണ് ഇതിൽ കെട്ടിയിരിക്കുന്ന മണി. ഏകദേശം 170 വർഷത്തോളം പഴക്കമുണ്ട് ഈ പള്ളിമണിക്ക്. ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശയനപ്രദക്ഷിണം അഥവാ ഉരുൾനേർച്ച നടത്തുന്ന കേരളത്തിലെ ഒരേ ഒരു ദേവാലയമാണിത്. കേരളത്തിലേതെന്നല്ല, ഇന്ത്യയിലെ തന്നെ അപൂർവം ദേവാലയങ്ങളിലൊന്ന്. ഒക്ടോബർ 5 മുതൽ 22 വരെയാണ് ഇവിടുത്തെ പെരുന്നാൾ നടക്കുന്നത്. ഒക്ടോബർ 14, 15 ദിനങ്ങളാണ് പ്രധാന തിരുനാൾ ദിവസങ്ങൾ. പണ്ട് ഇതുവഴി സഞ്ചരിച്ച ഒരു കപ്പൽ ഈ പള്ളിക്ക് അഭിമുഖമായി വന്നപ്പോൾ കപ്പൽ മുന്നോട്ട് നീങ്ങാതെ നിൽക്കുകയും കപ്പിത്താൻ കപ്പലിൽ ഉണ്ടായിരുന്ന വിശുദ്ധ അമ്മത്രേസ്യയുടെ രൂപം ഈ പള്ളിയിൽ പ്രതിഷ്ഠിച്ചതോടെ തടസ്സങ്ങളൊക്കെ മാറി കപ്പൽ മുന്നോട്ട് നീങ്ങി എന്നതാണ് ഒരു ഐതിഹ്യം. മറ്റൊന്ന്, കടലിൽ മീൻ പിടിക്കുവാൻ പോയ മുക്കുവരുടെ വലയിൽ കുടുങ്ങി കിട്ടിയതാണ് വിശുദ്ധ ത്രേസ്യയുടെ രൂപമെന്നും അത് അവർ ഈ ദേവാലയത്തിൽ കാഴ്ചവെച്ചെന്നും പറയപ്പെടുന്നു. അങ്ങനെ 2 ഐതിഹ്യങ്ങളാണ് ഈ ദേവാലയത്തെ ചുറ്റിപ്പറ്റി പറഞ്ഞു കേൾക്കുന്നത്. ജാതിമത ഭേദമന്യേ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മാഹിയിലെ ഈ ദേവാലയം. കോഴിക്കോട് രൂപതയുടെ കീഴിലാണ് മാഹി സെന്റ് തെരേസസ് റോമൻ കാത്തലിക് ചർച്ച്. 2024 ഫെബ്രുവരി 24 ഈ ദേവാലയം ബസിലിക്കയായി ഉയർത്തപ്പെട്ടു. അങ്ങനെ മലബാറിലെ ആദ്യ ബസിലിക്ക എന്ന വിശേഷണവും മാഹി സെന്റ് തെരേസസ് പള്ളിക്ക് സ്വന്തമായി. അപ്പോൾ ഇത്രയൊക്കെയാണ് മാഹിയുടെ വിശേഷങ്ങൾ. ഇത്രയുമല്ല, ഇനി ഒരുപാടുണ്ട്. ഈ വീഡിയോയിൽ ഇത്രയും കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.